ഹായ് കൂട്ടുകാരെ, ഇപ്പോൾ അന്നത്തെ വീഡിയോ നമ്മുടെ പുലർച്ചയ്ക്ക് പാലിറക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ. ഉപ്പൊക്കെ പാല് ഇറക്കുന്നുണ്ട്. നമ്മുടെ പോത്തപ്പന്മാരൊന്നും ഇല്ലാണ്ട് വേണ്ട ഇവിടെ. അല്ലെങ്കിൽ ഈ സമയത്ത് വന്ന് മൂന്നാളും കൂടെ നിൽക്കും. നമ്മുടെ നടുക്കഷ്ണം കൊമ്പുകൊണ്ട് കുലുക്കിയിട്ട് ഇങ്ങോട്ട് കടക്കാൻ അനുവദിക്കില്ല കേട്ടോ. അവനിവിടെയാണല്ലോ നമ്മൾ കെട്ടിയിടുക. അപ്പോൾ അവനില്ലാത്തതുകൊണ്ട്, ഇവരാരും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ. അല്ലെങ്കിൽ ഞാൻ രാവിലെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരം വീഡിയോ കാണുന്നവർക്കറിയാം, ഇവിടെയൊക്കെ നമ്മൾ വൃത്തിയാക്കലായിരിക്കും നമ്മളുടെ പരിപാടി. ഇപ്പോൾ വേണ്ട, അവിടെ വൃത്തിയാക്കലും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ പാല് കറന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കുറേ ആയിട്ട് നമ്മൾ ഈ പുലർച്ചെ പാല് കറക്കുന്ന വീഡിയോസ് അങ്ങനെ ഇടുന്നില്ല കേട്ടോ. അപ്പോൾ പുകയിട്ട് വെച്ചിട്ടുണ്ട്, പാട്ടൊക്കെ വെച്ചിട്ട് കേട്ടോ പാല് കറക്കുന്നത്. കഴിഞ്ഞ ഇവള് വാലുകൊണ്ട് ഭയങ്കര അടിയാണ് വളം കഴുകിയതാണ് പിള്ളേ. എല്ലാം കഴുകിയ പോലെ ഉണ്ട്. ഇതുണ്ട് നമ്മുടെ പാലിനത്രയൊക്കെ. നമ്മളുടെ പോത്തപ്പന്മാരുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ ക്ലീൻ ചെയ്യൽ പരിപാടി ഉണ്ടാവും. പക്ഷെ നമ്മൾ പോത്തപ്പന്മാരില്ലാത്തതുകൊണ്ട് ഇവിടെ വേണ്ട ക്ലീൻ ചെയ്യാനൊന്നുമില്ല. അവിടെ അങ്ങനെ വൃത്തിയായി കിടക്കുന്നുണ്ട് സാധനങ്ങൾ. അവിടെ പോയോ ഒന്നും അറിയുകയില്ല. അപ്പോൾ രാവിലെ നമ്മൾ പുലർച്ചയ്ക്ക് പാലിറക്കുന്ന വീഡിയോസ് നമ്മൾ കുറേ ആയിട്ട് എടുത്തിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു, ഞാൻ നേരത്തെ എണീറ്റപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നേരത്തെ എണീറ്റ് തന്നെ സത്യം പറഞ്ഞാൽ വീഡിയോ കുറേ ആയാലും എടുത്തിട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പുലർച്ചെ തൊഴുത്തിൽ വീഡിയോസ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് എടുത്താണ് കേട്ടോ. നമ്മുടെ കുഞ്ഞു പശു വേണ്ട വൈക്കോലൊക്കെ തിന്നണം. ഇവരെ നമ്മളിപ്പോൾ മേയ്ക്കാൻ കൊണ്ടുപോകുന്നതേ ഇല്ല കേട്ടോ. കാരണം മേയാനൊന്നുമില്ല, പുറത്ത് വിട്ടിട്ടും കാര്യമില്ല. നമ്മൾ പുല്ലെരിഞ്ഞ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവരെ നമ്മൾ മെയിനായിട്ട് പുറത്തൊന്നും വിടാത്തത് കേട്ടോ. ഇഷ്ടംപോലെ പുല്ലുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ മേയാൻ വിട്ടിട്ട് മേയാനുണ്ടാവില്ല. പിന്നെ കാലാറാൻ കൊണ്ട് കെട്ടിയിട്ട് നമ്മളിവിടെ തന്നെ നമ്മുടെ പോത്തപ്പന്മാർ നിൽക്കുന്ന ഇവിടെ തന്നെ ഇല്ലേ, ഈ മരത്തിലും ഇവിടെയൊക്കെ നമ്മളിങ്ങനെ അഴിച്ച് കെട്ടാറുണ്ട് കേട്ടോ. അവർക്ക് കാലാറാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ തൊഴുത്തിലെ വിശേഷങ്ങളായിട്ട്. അപ്പോൾ നമ്മളുടെ ഓരോ ഔട്ടിംഗ് വ്ളോഗുകളൊക്കെ നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ മെസ്സേജൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ പോത്ത് വളർത്തുന്നവർ പോത്ത് തീറ്റ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നത്തെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയറായിട്ട് അറിയട്ടെ. നമ്മുടെ പോത്ത് ജീവിതം വീഡിയോസിലും ഒക്കെ നമ്മളത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും ഞാനിതിൽ പറയാം, നമ്മുടെ പോത്തുകൾ ഇപ്പോൾ തീറ്റയൊന്നും എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, വിരശല്യം ഉണ്ടെങ്കിൽ അവർ തീറ്റ എടുക്കില്ല. അപ്പോൾ വിരയ്ക്കുള്ള മരുന്ന് കൊടുക്കുക. അതുപോലെ പനി ഉണ്ടെങ്കിലും അവർ തീറ്റ എടുക്കൽ കുറവായിരിക്കും കേട്ടോ. മെയിനായിട്ട് പുല്ലൊക്കെ തിന്നാണ്ടിരിക്കുന്നത് വിരശല്യം ഉണ്ടെങ്കിൽ തിന്നില്ല. അപ്പോൾ നിങ്ങൾ വിരയ്ക്ക് ഉള്ളത് കൊടുക്കുക. എത്ര മാസമായ പോത്താന്ന് ആദ്യം ഉറപ്പ് വരുത്തുക. അതിനനുസരിച്ചിട്ടുള്ള വിരയ്ക്കുള്ള മരുന്ന് അടുത്തുള്ള മൃഗഡോക്ടർമാരുണ്ടെങ്കിൽ അവരുടെ നിർദ്ദേശപ്രകാരം വാങ്ങിച്ചു കൊടുക്കുക കേട്ടോ. നമ്മളങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ ഇതാണ് നമുക്ക് പോത്തുകളെ കുറിച്ച് പറയാനുള്ളത് കേട്ടോ. നമ്മുടെ പോത്തുകൾ പെട്ടെന്ന് വളരാനൊക്കെ നന്നായിട്ട് തീറ്റ കൊടുത്താൽ മതി കേട്ടോ. ഞങ്ങൾ കുറേ ദിവസം മേയാണ്ട് ഇതിൻ്റെ ഉള്ളിലേ അവർ, കാരണം മേയാനൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ പുറത്തയച്ച് വിടാണ്ട് ഒരാഴ്ചയല്ല, ഒരു മാസത്തോളം നമ്മൾ നിർത്തി കെട്ടിയിട്ട് വളർത്തിയപ്പോൾ അവർ നല്ല സൈസായി വരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പോത്തുകളുടെ മണിയൊന്നും ഉടയ്ക്കാണ്ടാണ് നമ്മൾ വളർത്തിയിട്ടുണ്ടായിരുന്നത്. മണി ഉടച്ചാണെങ്കിൽ ഒന്നും കൂടെ നന്നായി കയറി വന്നിട്ടുണ്ടാവും കേട്ടോ. പിന്നെ മണി ഉടച്ചാൽ പോത്തിന് വില കിട്ടില്ല എന്നൊക്കെ കുറേ പേര് പറഞ്ഞു. പക്ഷെ ഇവിടെ ഇതുവരെ പോത്ത് നോക്കാൻ വന്നിട്ട് ആരും അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ലല്ലോ. ഇപ്പോൾ മണി ഉടച്ചതാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല കേട്ടോ. മൂക്ക് കുത്തിയാൽ എടുക്കില്ല അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പിന്നെ പള്ളി കാര്യങ്ങൾക്ക് കൊടുക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല കേട്ടോ. ഇപ്പം ഡയറക്റ്റായി പള്ളിയിൽ നിന്ന് വരുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ ചോദിക്കുമെന്ന് അറിയില്ല. ഈ ആടൊക്കെ ചോദിക്കാൻ വരില്ലേ, അവർ ചോദിക്കുന്നുണ്ട്. ഒരേ നിറത്തിലുള്ള ആടാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വില കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ വില കിട്ടില്ല എന്നുള്ളതൊക്കെ നമുക്ക് പിന്നെ അഴിച്ചിട്ട് നമ്മളിവിടെ പുറത്ത് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി നല്ല മഞ്ഞുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ പിന്നെ അഴിച്ച് കെട്ടണ്ട. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നോട്ടെ. അപ്പോൾ പാല് കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ രാവിലെ നേരത്തെ പുലർച്ചയ്ക്ക് സൊസൈറ്റിക്ക് ഇതാ പാലും കൊണ്ട് പോകുന്നുണ്ട്. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. നമ്മുടെ തൊഴുത്തിൽ വന്നിട്ടതാണ് നമ്മുടെ പാല് കറന്ന് കഴിഞ്ഞു. തൊഴുത്ത് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിതിൽ കലക്കി വെക്കാം കേട്ടോ. അപ്പോൾ വരുമ്പോഴേക്കും നമുക്കിതിൽ തീറ്റയൊക്കെ കലക്കി വെക്കാം കേട്ടോ.
പിന്നെ കൂട്ടുകാരെ ഇതാ നമുക്ക് വീണ്ടും സബ്സിഡി കിട്ടിയിട്ടുണ്ട് കേട്ടോ. 730 രൂപയ്ക്ക് 2 ചാക്ക് പെല്ലറ്റ് 50 കിലോ തൂക്കം വരുന്നത് കേട്ടോ. അപ്പം നമ്മളുടെ മുമ്പത്തെ പെല്ലറ്റ് നമ്മൾ കഴിഞ്ഞപ്പോൾ കടയിൽ നിന്ന് ഇറക്കിയിട്ടുള്ള പെല്ലറ്റാണ് കേട്ടോ. ഇതാണ് നമ്മുടെ കടയിൽ നിന്ന് ഇറക്കിയിട്ടുള്ള പെല്ലറ്റ്. ഇപ്പോൾ നമുക്ക് നമ്മൾ പുറത്തൊന്നും വാങ്ങിച്ചിട്ടില്ല. പെല്ലറ്റ് നല്ല അളവിൽ കൊടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ കൊടുക്കുമ്പോൾ നമുക്ക് നല്ലോണം പാല് കിട്ടുന്നുണ്ട് കേട്ടോ. രാവിലെ ഇപ്പോൾ 5 രൂപ കിട്ടുന്നവിടെ 6 രൂപയ്ക്കൊക്കെ കിട്ടുന്നുണ്ട് നമുക്ക്. അപ്പം നിറച്ചിട്ട് ഒരു 4-5 ഉറപ്പിച്ചൊക്കെ ഇടും. പെല്ലറ്റ് ഇങ്ങനെ നിറയെ കൊടുക്കുക, അത്രയും നല്ലതാണ് കേട്ടോ. നമ്മൾ 2 നേരം ഇല്ലേ കൊടുക്കുക, 2 നേരം അത്യാവശ്യം നല്ലോണം കൊടുക്കുക കേട്ടോ. നമുക്ക് ഇതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം.